ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ ബഹുമുഖ ശേഷിയുള്ള 74LS83 IC ഉപയോഗിച്ച് ഒരു ആഡർ കം സബ്ട്രാക്ടർ സർക്യൂട്ട് നിർമ്മിക്കുന്ന പ്രക്രിയ നമ്മൾ മനസ്സിലാക്കും. ഡിജിറ്റൽ സിസ്റ്റങ്ങളിൽ അതിന്റെ നിർണായക പങ്ക് എടുത്തു കാണിച്ചുകൊണ്ട് ഈ ഘടകം കൂട്ടലും കിഴിക്കലും എങ്ങനെ തടസ്സമില്ലാതെ സംയോജിപ്പിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ: IC74LS83 ഉപയോഗിച്ച് ആഡർ കം സബ്ട്രാക്ടർ ഉപയോഗിച്ച് 4-ബിറ്റ് ബൈനറി സബ്ട്രാക്ടർ സർക്യൂട്ട് നിർമ്മിക്കുകയും ഫലം പരിശോധിക്കുകയും ചെയ്യുക. സർക്യൂട്ട് അസംബിൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ആവശ്യമായ എല്ലാ ടൂളുകളും എക്യുപ്മെന്റുകളും മെറ്റീരിയലുകളും കയ്യിലുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാം. മുൻപത്തെ അഭ്യാസത്തിൽ ഉപയോഗിച്ച അതേ ടൂളുകളും എക്യുപ്മെന്റുകളും നമുക്ക് ഉപയോഗിക്കാം. അവ ഇവയാണ്: ഡിജിറ്റൽ ട്രെയിനർ കിറ്റ് ഒരെണ്ണം, ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഒരെണ്ണം, വയർ സ്ട്രിപ്പർ ഒരെണ്ണം, ട്വീസർ ഒരെണ്ണം. നമുക്ക് താഴെ പറയുന്ന മെറ്റീരിയലുകളും കോമ്പോണന്റുകളും ആവശ്യമാണ്: IC74LS83 16 പിൻ ഒരെണ്ണം, IC7486 14 പിൻ ഒരെണ്ണം, ഹുക്കപ്പ് വയർ ആവശ്യമായത്, ഐസികൾക്കുള്ള ഡാറ്റ ഷീറ്റ്. ഒരു ആഡർ കം സബ്ട്രാക്ടർ എന്താണെന്ന് നമുക്കൊന്നുകൂടി ഓർമ്മിക്കാം. സമാന്തരമായി കണക്ട് ചെയ്ത ഫുൾ ആഡേഴ്സ് ഉപയോഗിച്ച് ഒരു ആഡർ കം സബ്ട്രാക്ടർ ബൈനറി നമ്പറുകളുടെ സങ്കലനവും വ്യവകലനവും ചെയ്യുന്നു. ഒരു ഫുൾ ആഡറിന്റെ സി ഔട്ട് മറ്റൊന്നിന്റെ സി ഇന്നിലേക്ക് കണക്ട് ചെയ്യുന്ന സങ്കലന വ്യവകലന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നു. കുറയ്ക്കുന്ന സംഖ്യയുടെ 2's കോംപ്ലിമെന്റ് എടുത്താണ് ബൈനറി സബ്ട്രാക്ഷൻ പ്രവർത്തിക്കുന്നത്. ബിറ്റുകളെ വിപരീതമാക്കിയും ഒരെണ്ണം ചേർക്കുകയും ചെയ്താണ് 2's കോംപ്ലിമെന്റ് കണ്ടെത്തുന്നത്. എയിൽ നിന്ന് ബി കുറയ്ക്കുന്നതിന് നമ്മൾ ആദ്യം ബിയുടെ ബിറ്റുകളെ വിപരീതമാക്കുന്നു. പിന്നീട് നമ്മൾ വിപരീതമായ ബിയെ എയിലേക്ക് കൂട്ടിച്ചേർക്കുകയും അതിനോടൊപ്പം 1ന്റെ ഒരു ക്യാരി ഇൻ ചേർക്കുകയും ചെയ്യുന്നു. ഇത് ബിയുടെ 2's കോംപ്ലിമെന്റ് A+ കണക്കാക്കുന്നു. അങ്ങനെ വ്യവകലനം കൈവരിക്കുന്നു. ബൈനറി സബ്ട്രാക്ഷൻ 4 നിയമങ്ങൾ പാലിക്കുന്നു. 0 - 0 = 0, 0 - 1 = 1 ബോറോ, 1 - 0 = 1, 1 - 1 = 0. ഇനി നമുക്ക് ഒരു ഉദാഹരണം ഉപയോഗിച്ച് ബൈനറി സബ്ട്രാക്ഷൻ കാണിക്കാം. 101ൽ നിന്ന് ബൈനറി 0101 കുറയ്ക്കുക. ദശാംശത്തിൽ ഇത് 9 - 5 ആണ്. ആദ്യം മുകളിൽ 1001 ഉള്ള 2 അക്കങ്ങൾ ക്രമീകരിക്കുക. അടുത്തതായി വ്യവകലന നിയമങ്ങൾ വലത്തുനിന്ന് ഇടത്തോട്ട് ബിറ്റ് ബൈ ബിറ്റ് പ്രയോഗിക്കുക. വലത്തേ അറ്റത്തെ ബിറ്റുകൾ 1 - 1 ആണ്. ഇത് റൂൾ 4 പ്രകാരം 0ന് തുല്യമാണ്. അടുത്ത ബിറ്റുകൾ 0 - 0 ആണ്. ഇത് റൂൾ 1 പ്രകാരം 0യ്ക്ക് തുല്യമാണ്. ഇടത് ബിറ്റുകൾ 0 - 1 ആണ്. റൂൾ 2 പ്രകാരം ഇത് 1 ആണ്. ദശാംശത്തിൽ 4 ആയി സ്ഥിരീകരിക്കുന്ന ബൈനറി 100 ആണ് ഫലം. 9 - 5 തീർച്ചയായും 4 ആണ്. IC7483, IC7486 എന്നിവ ഉപയോഗിച്ച് 4-ബിറ്റ് ബൈനറി സബ്ട്രാക്ടർ സർക്യൂട്ടിന്റെ നിർമ്മാണത്തിന്റെയും പരിശോധനയുടെയും പ്രൊസീജിയറിലേക്ക് നമുക്ക് ഇപ്പോൾ കടക്കാം. ഇതിനായി ഒരേ ഇൻപുട്ട് കോൺഫിഗറേഷനുള്ള 4-ബിറ്റ് ബൈനറി ആഡറിനായി ഉപയോഗിച്ച അതേ സർക്യൂട്ട് ഉപയോഗിക്കുന്നു. നമുക്ക് ഒരിക്കൽ കൂടി അത് വേഗത്തിൽ ഒന്ന് നോക്കാം. 7483, 7486 ഐസികൾ ഘടിപ്പിച്ച ശേഷം ഓരോ ഐസിയുടെയും നമ്പർ 5, നമ്പർ 14 പിന്നുകൾ പവർ സപ്ലൈയുമായും പിൻ നമ്പർ 12, പിൻ നമ്പർ 7 എന്നിവ ഗ്രൗണ്ടുമായും കണക്ട് ചെയ്തുവെന്ന് ഉറപ്പാക്കുക. സർക്യൂട്ട് ഡയഗ്രത്തിൽ നൽകിയിരിക്കുന്ന പോലെ ഇൻപുട്ടുകളും ഇന്റർ കണക്ഷനുകളും കണക്ട് ചെയ്യുക. ട്രെയിനർ കിറ്റിൽ സ്ഥിതി ചെയ്യുന്ന LED സൂചകങ്ങൾ ഉപയോഗിച്ച് ഔട്ട്പുട്ടുകൾ കണക്ട് ചെയ്യുക. 5 വോൾട്ട് DC സപ്ലൈ ഓണാക്കുക. അടുത്ത ഘട്ടം നിർണായകമാണ്. മോഡ് സെലക്ടർ സ്വിച്ച് 5 വോൾട്ട് DC സ്ഥാനത്തേക്ക് മാറ്റുക. ലോജിക് 1. ഇത് IC74LS83 ഒരു സബ്ട്രാക്ടർ സർക്യൂട്ടാക്കി മാറ്റുന്നു. വ്യത്യസ്ത ലോജിക് ലെവലുകൾക്കായി S1 മുതൽ S8 വരെയുള്ള സ്വിച്ചുകൾ 5 വോൾട്ട് സ്ഥാനത്തിലോ 0 വോൾട്ട് സ്ഥാനത്തിലോ നിലനിർത്തി ഓപ്പറേറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു ഉദാഹരണം ഉപയോഗിച്ച് സർക്യൂട്ട് പരിശോധിക്കാം. വ്യവകലനം നടത്തുന്നതിന് മുൻപ് സെലക്ഷൻ മോഡ് ഇൻപുട്ട് ഹൈ നിലയിലാണെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ 2 4-ബിറ്റ് നമ്പറുകൾ എടുക്കുക, അതായത് 9, 3 എന്നിവ. ഇൻപുട്ട് എക്ക് ബിറ്റ് സ്ഥാനങ്ങൾ നൽകുക. A3 1, A2 0, A1 0, A0 1. ഇൻപുട്ട് ബിക്ക് ബിറ്റ് സ്ഥാനങ്ങൾ നൽകുക. B3 0, B2 0, B1 1, B0 1.
വ്യവകലനം നടത്തിയതിനു ശേഷം ലഭിക്കുന്ന ഫലം 6 ആണ്. അതായത് 1 ക്യാരിയായി 10110. LED-യുടെ നില നിരീക്ഷിച്ച് ഫലം പരിശോധിക്കുക. വ്യക്തമായി മനസ്സിലാക്കാൻ ബൈനറി സബ്സ്ട്രാക്ഷന്റെ ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് 2 4-ബിറ്റ് ബൈനറി ഇൻപുട്ടുകളുണ്ട്. ഇൻപുട്ട് 1 മൈന്യൂണ്ടായും ഇൻപുട്ട് 2 സബ്സ്ട്രാഹൻഡായും. നമുക്കൊരു കൺട്രോൾ ഇൻപുട്ടുമുണ്ട്. അത് 7483 ICയെ സബ്സ്ട്രാക്ഷൻ മോഡിലേക്ക് മാറ്റുന്നതിന് നമ്മൾ സെറ്റ് ചെയ്തു. കൺട്രോൾ 1 ആയി സെറ്റ് ചെയ്യുന്നത് ക്യാരി ഇൻപുട്ട് അല്ലെങ്കിൽ C01 ആയി മാറ്റുന്നതിന് കാരണമാകുന്നു. പ്രത്യേക OR ഗേറ്റുകൾ 1ന്റെ ഇൻപുട്ട് 2 സബ്സ്ട്രാഹൻഡ് ICയുടെ B ഇൻപുട്ടുകളിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. കാരണം XOR ഗേറ്റ് നിയന്ത്രിത ഇൻവെർട്ടറായി പ്രവർത്തിക്കുന്നു. 1ന്റെ പൂരകങ്ങൾ ഇൻപുട്ട് 2ന്റെ എല്ലാ ബിറ്റുകളും ഫ്ലിപ്പ് ചെയ്യുന്നു. ഇത് 1നെ 0യിലേക്കും തിരിച്ചും മാറ്റുന്നു. ഇവിടെ 1001 എന്നത് കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ 0110 ആയി മാറും. കൂടാതെ C0 എന്നത് 1 ആയതിനാൽ ഇൻപുട്ട് 2ന്റെ 11 കോംപ്ലിമെന്റ് 1 ചേർക്കുന്നത് നമുക്ക് 2ന്റെ പൂരകം നൽകുന്നു. അത് 0111 ആയി മാറുന്നു. ഇപ്പോൾ സബ്സ്ട്രാഹൻഡിന്റെ 2's കോംപ്ലിമെന്റ് മൈന്യൂണ്ട് ആയി ചേർക്കുമ്പോൾ അത് 1 ക്യാരിയായ 0001 ആയി മാറും. ഇതിൽ മിനുവിൻ സബ്സ്ട്രാഹൻഡ്, അതിനാൽ ക്യാരി ഉപേക്ഷിക്കപ്പെടുന്നു. അതിനാൽ ഫലം 0001 ആണ്. മിനുവിൻ ഗ്രേറ്റർ ദാൻ സബ്സ്ട്രാഹൻഡ് എന്നതിനാൽ സങ്കലനത്തിൽ ജനറേറ്റ് ചെയ്ത ക്യാരി ബിറ്റ് ഉപേക്ഷിക്കപ്പെടും. അവസാന വ്യത്യാസ ഔട്ട്പുട്ട് നമുക്ക് 0001 എന്ന ഫലം നൽകുന്നു. വ്യവകലന ഫലത്തിന്റെ സബ്സ്ട്രാക്ഷൻ ഔട്ട്പുട്ട് 0001 ആണ്. അതല്ലെങ്കിൽ ബൈനറി Q3, Q2, Q1, Q0 0001 ആണ്. ഇപ്പോൾ 0001 എന്ന ബൈനറി സംഖ്യയിൽ 10 - 9 1 ലഭിക്കും. 2 4-ബിറ്റ് ബൈനറി ഇൻപുട്ടുകൾ ഇൻപുട്ട് 1 മിനുവിൻ്റായി 1001 9 മൂല്യത്തോടെയും ഇൻപുട്ട് 2 സബ്സ്ട്രാഹൻഡായി 1010 മൂല്യത്തോടെയും എന്ന മറ്റൊരു ഉദാഹരണം എടുക്കാം. അപ്പോൾ മെനുവിൻ ലെസർ ദാൻ സബ്സ്ട്രാഹൻഡ് ആദ്യം നിങ്ങൾ സബ്സ്ട്രാഹൻഡിന്റെ 2's കോംപ്ലിമെന്റ് ചെയ്യണം. തുടർന്ന് സെക്കൻഡ്സ് കോംപ്ലിമെന്റ് ഫലം മിനുവിനോടൊപ്പം ചേർക്കുക. ഇവിടെ മിനുവിൻ ലെസർ ദാൻ സബ്സ്ട്രാഹൻഡ്, അതിനാൽ ക്യാരി 0- ചിഹ്നമായി വ്യക്തമാക്കുന്നു. 2's കോംപ്ലിമെന്റ് 1111ൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും. അതിനാൽ ഫലം ക്രോസ് ചെക്ക് ചെയ്യുന്നതിനായി ഞങ്ങൾ ഔട്ട്പുട്ട് 2's കോംപ്ലിമെന്റായി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഫലം 0001, അതായത് -1 ആകുന്നു. അതിനാൽ നിങ്ങൾക്ക് 9 - 10 = 1 ലഭിക്കുന്നു. കാരണം ഔട്ട്പുട്ട് 2's കോംപ്ലിമെന്റ് 1111ൽ കാണിക്കുന്നു. അതുതന്നെ പ്രയോഗിച്ച് ഔട്ട്പുട്ടിന്റെ LED സ്റ്റാറ്റസ് നിരീക്ഷിക്കുക. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നാം പഠിച്ചത് ആഡർ കം സബ്ട്രാക്ടർ IC 74LS83 ഉപയോഗിച്ച് ഒരു 4-ബിറ്റ് ബൈനറി സബ്ട്രാക്ടർ സർക്യൂട്ട് നിർമ്മിക്കലും ഫലം പരിശോധിക്കലും. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.